My name is Harsha and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഷു സീരീസിൻ്റെ തേർഡ് വീഡിയോ ആണ്. ഇന്ന് നമുക്ക് ഒബ്വിയസ്ലി വിഷു മേക്കപ്പ് ലുക്കാണ്. ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മേക്കപ്പാണ്. കാരണം നമ്മൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മേക്കപ്പ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഒരുപാട് നമ്മുടെ ആർട്ട് ഒക്കെ കാണിച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്യുന്നതിന് എന്താ ഗുണം അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മേക്കപ്പ് ആകുമ്പം അത് കുറച്ചും കൂടി നല്ലതല്ലേ. അപ്പോൾ ഈ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ജസ്റ്റ് ഒന്ന് സ്കിൻ പ്രെപ്പ് ചെയ്യാം. സ്കിൻ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഈ റോസി സീറമാണ് എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിൽ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മോയ്സ്ചറൈസർ നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫേസ് ഷോപ്പിൻ്റെ ഈ ഒരു ജേജു അലോ ജെല്ലാണ് അപ്ലൈ ചെയ്യണത്. അത് ജസ്റ്റ് അന്ന് നന്നായിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഏതൊരു മോയ്സ്ചറൈസറിനെക്കാട്ടിലും കൂടുതൽ സൂട്ട് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു അലോവേര ജെല്ലാണ് കേട്ടോ. എന്തോ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും എനിക്ക് സൂട്ട് ചെയ്യാറില്ല. പക്ഷെ അലോവേര ജെൽ എനിക്ക് നല്ല ഭംഗിയായിട്ട് വർക്കൗട്ട് ആവാറുണ്ട്. ഇനിയും നെക്സ്റ്റ് നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ലാക്മേയുടെ ഈ ഒരു ലൂമി ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ശരിക്കും മോയ്സ്ചറൈസർ വിത്ത് ഹൈലൈറ്ററാണ്. അപ്പം ഇത് നമുക്ക് ഫേസിൽ നല്ലൊരു ഗ്ലോ തരാനായിട്ടും ആൻഡ് നമുക്ക് ആസ് എ ഹൈലൈറ്ററും ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ എന്താ ഇങ്ങനെ കുറച്ച് ഫിംഗർ ടിപ്പിൽ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് നമ്മുടെ ഫേസിന് ഈ ഒരു ക്രീം ഇട്ട് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് ഈ ഒരു ക്രീം വെച്ചിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ഫൗണ്ടേഷനാണ് ഇനിയും ഞാൻ അപ്ലൈ ചെയ്യാൻ പോണേ. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷനാണ്. ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷൻ എടുക്കാൻ കാരണം വിഷ്വലായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ശരിക്കും നമുക്ക് എൻ്റെ സ്കിന്നിന് എക്സാക്റ്റ് ഒരു മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു ഫൗണ്ടേഷൻ ആൻഡ് പെർഫെക്റ്റ് ഷെയ്ഡുമാണ് എനിക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബഫിംഗ് ബ്രഷാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു കബൂക്കി ബ്രഷാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഇത് ബ്ലെൻഡ് ചെയ്യണേ. നന്നായിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു കബൂക്കി ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് നന്നായിട്ട് വേഗം തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. കുറച്ച് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. നമ്മളൊരു കൺസീലറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് കൺസീലർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡാർക്ക്നെസ് ഒക്കെ ഉള്ളിടത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ച് ഹൈലൈറ്റിംഗ് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കൺസീലർ അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ഐസിൻ്റെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഐ ഷാഡോൻ്റെ ബേസായിട്ടും അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ കൺസീലറും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റേക്ക് വോക്കിയുടെ ഈ ഒരു ലൂസ് പൗഡറാണ് എടുക്കുന്നത്. ഇതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്ത ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് നമ്മുടെ ആ കൺസീലർ ക്രീസ് ആവത്തില്ല. ഫുൾ ഫേസിൽ പൗഡർ ഇടണമെന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ എറ്റ്യൂഡ് ഹൗസിൻ്റെ ഈ ഒരു ഐബ്രോ ഡ്രോയിങ് ഐബ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൻസിലാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്.
തന്നെ ഒരു സ്പൂലി ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് നല്ല നാച്ചുറൽ ആയിട്ട് തോന്നും. ശരിക്കും ഞാനിപ്പോഴും ഐബ്രോസ് ചെയ്യുന്നതിൽ അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും തട്ടിയും മുട്ടിയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്കൊരു ടെക്നിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഐബ്രോസ് ചെയ്യാം. കണ്ടില്ലേ, ഒരുപാടൊന്നും ചെയ്തില്ല, എന്നാലും ജസ്റ്റ് ഇച്ചിരി ഒന്ന് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്തു. കോൺടോർ ചെയ്യാനായിട്ട് ഞാൻ ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ വെറ്റ് n വൈൽഡിൻ്റെ ഈ ഒരു കോൺടോറിങ് പാലറ്റാണ് എടുക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ബനാന പൗഡറും ഒരു സൈഡിൽ നമുക്കൊരു കോൺടോറിങ് ഷെയ്ഡും കിട്ടും. അപ്പം ഞാൻ ഈ ഒരു കോൺടോറിങ് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. കാരണം ഒബ്വിയസ്ലി നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ചിസൽഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പിന് ഫസ്റ്റ് തന്നെ ഞാൻ ഈ മേക്കപ്പ് റെവല്യൂഷൻ്റെ റീലോഡഡ് പാലറ്റാണ് എടുക്കുന്നത്. ഇതിലെ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് എടുക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ കണ്ടില്ലേ, ഈ ഒരു ബേജ് കളർ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഞാനൊന്ന് എടുത്തിട്ട് എൻ്റെ ഐസിൻ്റെ ലിഡ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഡിഫറൻസ് നമുക്ക് കാണുന്നില്ല, ചെറിയൊരു ട്രാൻസിഷൻ നമുക്കിവിടെ കാണുന്നില്ല. ഈ ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തേക്കുന്നത്. ആൻഡ് കുറച്ച് ലൈറ്റായിട്ട് നമുക്ക് നമ്മുടെ ലിഡ്സും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഐസിലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഔട്ടർ പോർഷനിൽ നമ്മൾ കുറച്ചും കൂടി ഡാർക്കാക്കി വെക്കാനായിട്ട് നോക്കണം. അപ്പം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് എടുത്തറിയുള്ളൂ. ഒരു ജെൽ ലൈനർ അല്ലെങ്കിൽ ഒരു കാജൽ എങ്ങനെയെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ ആൻഡ് ജെൽ ലൈനറാണ്. ഇതിലെ ഈ ഒരു ജെൽ പോർഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ എടുക്കാൻ പോവാണ്. ഇത് എടുത്തിട്ട് ഞാൻ ഒരു വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യൂട്ടിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ആൻഡ് ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ സ്മജ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ ഈ ഒരു ലൈനറിൻ്റെ ഐബ്രോ പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ ചെയ്യണം. ഐസും വിങ് ലൈനർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോവർ ലാഷ് ലൈനിൽ നമുക്ക് കാജൽ അപ്ലൈ ചെയ്യണം. അതിന് ലാക്മേയുടെ ഈ ഒരു കാജലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു വിങ്ങുമായിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചേക്കാം. നെക്സ്റ്റ് നമ്മളൊരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വെറ്റ് n വൈൽഡിലെ ഈ ഒരു മെഗാ ലെങ്തിങ് മസ്കാരയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണേ. ഫേസിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ കോൺടോറിങ് ചെയ്തു. ഇനി നമുക്ക് കോൺടോറിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ബ്ലഷ് ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബഹലാറിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ് എടുക്കുന്നത്. ഫോറെവർ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത്. ജസ്റ്റ് ഒന്ന് ഞാൻ
നാച്ചുറലായിട്ട് തോന്നും ഈ ഒരു നമ്മൾ ടിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും. അതായത് നമുക്ക് ഒരുപാട് നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നില്ല. നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഫിനിഷാണ് തരുന്നത്. നമുക്ക് ഹൈലൈറ്റർ എണ്ണം വെറ്റ് n വൈൽഡിലെ മെഗാ ഗ്ലൂ ഹൈലൈറ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്കാണ് ബാക്കിയുള്ളത്. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു പേർപ്പിളിൻ്റെ പ്ലേ ടൈം സോഫ്റ്റ് മാറ്റ് ലിപ് ക്രയോൺ ബോർഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ് എടുക്കുന്നത്. പ്രോപ്പർ ന്യൂഡ് ഷെയ്ഡാണിത്. ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ക്രീമും കൂടി ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്യാണ്. ഒരു നല്ല ഇച്ചിരി കൂടി ഒരു ന്യൂ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടിട്ട്. ലിപ്സും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് കമ്മലും പൊട്ടും സാരി കൊടുത്തിട്ട് തിരിച്ചു തരാം. ഈ പ്രാവശ്യത്തെ മേക്കപ്പ് ലുക്ക്, വിഷു മേക്കപ്പ് ലുക്ക്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സ്നേഹവും നിറഞ്ഞ എൻ്റെ വിഷു ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ. ഇങ്ങോട്ട് നോക്കിയേ. എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു. അങ്ങോട്ട് നോക്കടാ. ഹാപ്പി വിഷു പറഞ്ഞേ.